ഹാർലി ഡേവിഡ്സൺ അവരുടെ ഏറ്റവും പുതിയ X440T ലോഞ്ച് ചെയ്ത കാര്യം ഒരുപക്ഷെ നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ഞാനിപ്പോൾ ഉള്ളത് ഗോവയിലാണ്. നമ്മളുടെ കൂടെ ഹാർലി ഡേവിഡ്സൻ്റെ ഏറ്റവും പുതിയ 440T നമ്മുടെ കൂടെ ടി എന്നുള്ളത് ശരിക്കും ടൂറിംഗ് എന്നാണ് അവർ യൂസ് ചെയ്യുന്ന എല്ലാവരും, പക്ഷേ ഇവർ സെപ്പറേറ്റ്ലി കൊടുത്തേക്കുന്നത് എന്നുള്ളതാണ്. കുറച്ചധികം എലമെൻറ്റുകൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ടോട്ടലി പറഞ്ഞാൽ 72ഓളം ചേഞ്ചസ് ഉണ്ട്. അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് കൃത്യമായ സ്വാഗതം. സോ ഞാൻ പറഞ്ഞു നമ്മളിപ്പോൾ ഉള്ളത് ഗോവയിലാണ്. ഞാൻ ആക്ച്വലി ഇത് ഓടിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഇതിൻ്റെ വാക്ക് റൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ ഇൻ ബിറ്റ്വീൻ ഞാൻ റൈഡിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കൂടി പറയാം. ഹെഡ്ലാമ്പ് നേരത്തെ ഉണ്ടായിരുന്നത് തന്നെയാണ് സെയിം. അതിനകത്ത് ഹാർലി എന്ന് പറയുന്ന ഒരു ലെറ്ററിങ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ആക്ച്വലി DRL-ആയിട്ട് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഈ ലെറ്ററിങ് ഒരു പരിധി അകലത്ത് നിന്ന് മാത്രമേ കാണുള്ളൂ. ഒരുപാട് ദൂരേക്ക് പോയി കഴിഞ്ഞാൽ കാണൂല. അത്യാവശ്യം നല്ല വിസിബിൾ ആയിട്ടുള്ള ഹെഡ്ലാമ്പ് യൂണിറ്റാണ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന 440-ൽ ഒരുപാട് വയറിംഗ് എലമെൻറ്റുകളൊക്കെ കാണായിരുന്നു. ഇതവർ മാറ്റിയിട്ടുണ്ട്. റൈഡ് ബൈ വയർ എന്നുള്ള ടെക്നോളജിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വയറിംഗ് ഇങ്ങനെ ഒരു കേബിളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കുറഞ്ഞിട്ടുണ്ട്. മറ്റൊരു ചേഞ്ച് മിററിൻ്റെ ഒരു ഭാഗം ഉണ്ടായിരുന്നു, അതിങ്ങോട്ട് എൻഡിലേക്കും മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇങ്ങനെ വന്ന സമയത്തുള്ള ഒരു ചേഞ്ച് ഡ്രൈവിൽ എനിക്ക് ഫീൽ ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്പോൺസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. ത്രോട്ടിൽ കൊടുക്കുന്ന സമയത്ത്, നമ്മൾ ഓവർടേക്ക് ചെയ്യുന്ന സമയത്തും ഹൈവേയിൽ ക്രൂസ് ചെയ്യുന്ന സമയത്തും ആ ത്രോട്ടിൽ റെസ്പോൺസ് അടിപൊളിയാണ്. നേരത്തെ ഉള്ളതിനേക്കാളും ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് എന്നതാണ്. പിന്നെ റൈഡ് മോഡ് വന്നിട്ടുണ്ട്, ട്രെയിൻ മോഡ് പോലത്തെ സെറ്റപ്പുകളാണ്. പിന്നെ ഇങ്ങോട്ട് വന്നാൽ ഗ്രാഫിക്കൽ എലമെൻറ്റുകൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റിക്കർ വർക്ക് നേരത്തെ ഉണ്ടായിരുന്ന പോലെയല്ല, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇപ്രാവശ്യം അത് ചേഞ്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി സീറ്റിലേക്ക് വരാം. സീറ്റ് അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആണ്, കുഷ്യനൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടി വീതി ഉണ്ടെങ്കിൽ നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നി. കാരണം രണ്ട് കാര്യങ്ങൾ പറയാം സീറ്റിനെ കുറിച്ച് പറയുന്ന സമയത്ത്. ഒന്ന്, ഇത് ഒരു ടോൾ ബോയ് അല്ല, അതായത് ടോൾ മാൻ പ്രോബ്ലം ശരിക്കും ഇതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നല്ല നീളമുള്ള ആളാണ്. സോ ഞാനിതിനകത്ത് ഇരിക്കുന്ന സമയത്ത് ചെറിയ വണ്ടിയും വലിയ ആളും ഇരിക്കുന്ന പോലത്തെ ഒരു ഫീലാണ് എനിക്ക് വന്നത്. ഒന്നും ചെയ്യാൻ പറ്റില്ല, ഹാർലീൻ്റെതാണ്. ഇനി ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഈ ഒരു റിയർ പാനൽ മൊത്തം ഇവർ ചേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് പറയാം. ഉദാഹരണത്തിന് ഈ ഒരു ഭാഗം, ഇത് നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും ഗ്യാപ്പ് കൂടുതലാണ്. അതുപോലെ ഡിസൈൻ ചേഞ്ച് ആയിട്ടുണ്ട്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ഹീറ്റ് ഷീൽഡ് കാണാം. ഹീറ്റ് ഷീൽഡ് ശരിക്കും നേരത്തെ ഉണ്ടാവാത്തൊരു സാധനമാണ്. അത് ഇവിടെയും അതുപോലെ തന്നെ ഇങ്ങോട്ടും ഒക്കെ കാണാൻ പറ്റും. പിന്നെ ഈ ഒരു ഭാഗത, ഇത് നേരത്തെ ഒരു പ്ലാസ്റ്റിക് എലമെൻ്റ് ആയിരുന്നു, അതിപ്രാവശ്യം സ്റ്റീലാക്കി അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു വ്യത്യാസം നമുക്ക് ബാക്കിൽ ഫീൽ ചെയ്യും. ഇങ്ങനെ ഒരുപാട് ചേഞ്ചസ്, അതാണ് 72 എന്ന് പറഞ്ഞത്. വയറിങ് മൊത്തം മാറ്റിയിട്ടുണ്ട്. ഇതുപോലത്തെ കുറേ ഷീൽഡുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ടെയിലിൻ്റെ ഭാഗത്ത് ഒരു ക്യാപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ സ്ക്രൂ സിസ്റ്റം മാറിയിട്ടുണ്ട്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ കാണുന്ന സ്ക്രൂ സിസ്റ്റം ഇതൊന്നും നേരത്തെ ഉണ്ടായിരുന്ന അതേപോലെയല്ല. അതുപോലെ തന്നെ ഈ ഒരു എക്സോസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ഭാഗത്ത് ചേഞ്ചസ് വന്നിട്ടുണ്ട്. എക്സോസ്റ്റ് നോട്ടും വളരെ നല്ലതാണ് നമ്മൾ റൈഡ് ചെയ്യുന്ന സമയത്ത്. അത് ഞാൻ കേൾപ്പിക്കാം. എക്സോസ്റ്റ് നോട്ട് അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. അങ്ങനെ ഇത്രയൊക്കെയാണ് പ്രധാനമായിട്ടും വന്നിട്ടുള്ള ചേഞ്ചസ് എന്ന് പറയുന്നത്. പിന്നെ ട്രാക്ഷൻ കൺട്രോൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു ചേഞ്ചാണ്. ഏറെക്കുറെ പറയുന്ന സമയത്ത് ഇത്രയും ചേഞ്ചസുകളാണ് ഹാർലി ഡേവിഡ്സൺ ഏറ്റവും പുതിയ X440T വന്നിട്ടുള്ളത്. നേരത്തെ ഉണ്ടായിരുന്ന 440cc എഞ്ചിൻ തന്നെയാണ് ഇപ്രാവശ്യം കണ്ടിന്യൂ ചെയ്യുന്നത്. 38 Nm ടോർക്കും 27 ഹോഴ്സ് പവറുമാണ്. 2,75,000 രൂപയോളാണ് ഇതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ്. നമ്മുടെ നാട്ടിലേക്ക് വരുന്ന സമയത്ത് ഒരു 3.5 ലക്ഷം രൂപയോളം വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, ഓൺ റോഡ് പ്രൈസ് എന്നുള്ളതാണ്. ഇനി ഞാൻ റൈഡ് ചെയ്ത അനുഭവങ്ങളെക്കുറിച്ച് സംസാരിക്കാം. റൈഡിലേക്ക് വരുന്ന സമയത്ത് ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ത്രോട്ടിൽ റെസ്പോൺസ്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് എവിടെയും ഒരു ലാഗോ കാര്യങ്ങളോ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ത്രോട്ടിൽ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്യുന്നൊരു കാര്യം, എന്തോ നമ്മൾ പുഷ് ചെയ്യുന്നു അല്ലെങ്കിൽ ആ ത്രോട്ടിലനുസരിച്ച് ഇത് മൂവ് ചെയ്യുന്നു, അങ്ങനത്തെ ഒരു ഫീൽ നമുക്ക് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഫീൽ മാത്രമല്ല, വണ്ടിയും മൂവ് ആവുന്നുണ്ട് എന്നുള്ളതാണ്. അതൊരു പ്ലസ് പോയിൻ്റായിട്ട് എനിക്ക് തോന്നി. രണ്ടാമതൊരു പ്ലസ് പോയിൻ്റ് എനിക്ക് തോന്നിയത് എൻജിൻ്റെ ഹീറ്റാണ്. വളരെ മിനിമലായിട്ടുള്ള ഹീറ്റ് പ്രൊഡക്ഷനാണ് ഇതിനകത്തുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് കാലടുത്ത് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. ഇന്ന് ഞാൻ ആക്ച്വലി വൺ സ്ട്രെച്ചിൽ 50 കിലോമീറ്ററോളം യാത്ര ചെയ്തു. ഈ 50 കിലോമീറ്റർ കഴിഞ്ഞ് അവിടെ എത്തുമ്പോഴും ഒരു പ്രശ്നമില്ല. ഞാൻ ആക്ച്വലി യൂസ് ചെയ്തുകൊണ്ടിരുന്നത് നോർമൽ ഷൂ ആണ്, റൈഡിങ് ഷൂ ആയിരുന്നില്ല. എന്നിട്ട് പോലും എനിക്ക് ഹീറ്റിൻ്റെ കാര്യത്തിൽ ഒരു പ്രശ്നവും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് റൈഡ് എന്നുള്ളതാണ്. പിന്നെ എക്സോസ്റ്റ് നോട്ട് നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീല് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ അതൊന്ന് കേൾപ്പിക്കാം. സോ ഈ എക്സോസ്റ്റ് നോട്ട് ശരിക്കും ഒരു റൈഡറെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി അഗ്രസീവായിട്ട്, എനിക്ക് എങ്ങനെ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഫീൽ ഗുഡായിട്ട് ഡ്രൈവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. അതും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ എനിക്ക് തോന്നിയ പ്രോബ്ലങ്ങളെ കുറിച്ച് പറയാം. ഒന്നാമത്തത് സീറ്റ്, അത് കുറച്ചും കൂടി വീതി ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു എന്ന് എനിക്ക് തോന്നി. പിന്നെ ഞാൻ നല്ല നീളമുള്ള ആളായതുകൊണ്ട് തന്നെ എനിക്കൊരു പ്രോപ്പർ റൈഡിങ് പൊസിഷൻ കീപ്പ് ചെയ്യാൻ പറ്റാത്ത പോലെ തോന്നി. അത് ഹാർലീൻ്റെ ആ ഒരു DNA അങ്ങനെ ആയതുകൊണ്ടുള്ളൊരു പ്രശ്നമാണ്. അത് പിന്നെ ഞാൻ നീളം കൂടിയതിൻ്റെയും പ്രശ്നമാണ്. എല്ലാവർക്കും അത് അങ്ങനെ ഫീൽ ചെയ്തോളണം എന്നില്ല. അതാണ് എനിക്ക് മെയിൻലി തോന്നിയിട്ടുള്ള നെഗറ്റീവ്. പിന്നെ വേറൊരു അഡ്വാൻറ്റേജ് എനിക്ക് തോന്നി വെച്ചാൽ, ഇത് ആക്ച്വലി 196 കിലോഗ്രാമോളം വെയിറ്റ് ഉണ്ട് ഈ വണ്ടി. പക്ഷേ അത്ര വെയിറ്റ് റൈഡിൽ ഫീൽ ചെയ്യണില്ല.
ഭയങ്കര ഈസി ഹാൻഡ്ലിംഗ് ആണ്, ഭയങ്കര ഫ്രീ ഫ്ലോ ഒക്കെ. നമുക്ക് ലൈക്ക് ഇങ്ങനെ മാനുവർ ചെയ്യുന്ന സമയത്തൊക്കെ എനിക്ക് വെയിറ്റ് കുറഞ്ഞ ഒരു ഫീലാണ് ആക്ച്വലി കിട്ടുന്നത്. അതും ഒരു റൈഡിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമാണ്. ഇനി ഒരു നെഗറ്റീവ് എനിക്ക് ഫീൽ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ 120 മുകളിലേക്ക് സ്പീഡ് കയറ്റി ഓടിക്കുന്ന സമയത്ത്, അതായത് ഹയർ RPM വരുന്ന സമയത്ത് വണ്ടി ഒന്ന് ബബിൾ ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ലൈക്ക് ഒരു വൈബ്രേഷൻ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. അത് ചില സമയത്ത് ചില ആൾക്കാർക്ക് കോൺഫിഡൻസിനെ കളയും, പക്ഷേ എല്ലാവർക്കും അങ്ങനെ ചിലപ്പം പറ്റിക്കൊള്ളണമെന്നില്ല. ചില ആൾക്കാർക്ക് ചിലപ്പോൾ അത് ഫീൽ ചെയ്തുകൊള്ളണമെന്നില്ല. ഞാൻ വേറൊരാളോട് സംസാരിച്ചപ്പോൾ അയാൾക്ക് അത് ഫീൽ ചെയ്തില്ല എന്ന് പറഞ്ഞു, പക്ഷേ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഇതാണല്ലോ പറയുന്നത് എന്നുള്ളത്. ക്ലസ്റ്റർ അത്യാവശ്യം വിസിബിൾ ആണ്, റീഡബിൾ ആണ്, അതും ഒന്നും കുഴപ്പമില്ല. എനിക്ക് റൈഡ് ചെയ്ത സമയത്ത് 28.3 അങ്ങനെയൊക്കെ എന്താണ് ആവറേജ് ഫ്യൂവൽ എഫിഷ്യൻസി കാണിച്ചിട്ടുണ്ടായിരുന്നത്. സോ മൊത്തത്തിൽ ഈ വണ്ടീനെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരു സിറ്റിനകത്ത് അടിപൊളിയായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റിയൊരു വണ്ടി എന്നുള്ള സജഷൻ ഞാൻ പറയും. അതായത് മോർ ഓവർ ഭയങ്കരമായിട്ടൊരു ഹൈവേ ക്രൂസിനേക്കാളും കൂടുതൽ, ഹൈവേ ക്രൂസിന് പറ്റൂല എന്നല്ല, ഹൈവേ ക്രൂസിനേക്കാളും കൂടുതൽ സിറ്റിക്കകത്ത് വേറെ മോഡാണെന്ന് തന്നെ പറയാം. ആ തരത്തിൽ നമുക്ക് ഇതിനെ ഡ്രൈവ് ചെയ്ത് കൊണ്ടു നടക്കാൻ പറ്റും. കാരണം മാനുവറിങ് ഭയങ്കര ഈസിയാണ്, വെയിറ്റ് അത്ര ഫീൽ ചെയ്യുന്നില്ല, ത്രോട്ടിൽ റെസ്പോൺസ് വളരെ നല്ലതാണ്, ഓവർടേക്ക് ചെയ്യുന്നതിന് കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരു ബമ്പർ ടു ബമ്പർ ട്രാഫിക്കിനിടയിൽ ഭയങ്കര ഹാസൽ ഫ്രീ ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ X440T നമ്മളെ സഹായിക്കും എന്നതാണ്. ഇത്രയാണ് എനിക്ക് ഡ്രൈവ് ചെയ്ത സമയത്ത് തോന്നിയ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും. സോ കണ്ട സമയത്ത് നിങ്ങൾക്ക് എന്ത് തോന്നി എന്നുള്ളതും, അതുപോലെ തന്നെ ലുക്കിൽ എങ്ങനെയുണ്ട്, ഹാർലി ഡേവിഡ്സൺ എന്ന് പറയുന്ന മോഡലിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.